ഹായ് ഓൾ, വെൽക്കം ടു കോമ്പറ്റീറ്റീവ് ക്രാക്കർ. ഞാൻ അപർണ സന്തോഷ്. 30 ദിവസം കൊണ്ട് നെറ്റ് എക്കണോമിക്സ് ക്രാക്ക് ചെയ്യാൻ പറ്റും? തീർച്ചയായിട്ടും പറ്റും. എങ്ങനെയാണെന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ അതിനു മുമ്പ് നമ്മുടെ ആപ്പ് ഒന്ന് പരിചയപ്പെടുത്താം. നമ്മുടെ ആപ്പിൽ നിങ്ങൾ CC ആപ്പ് ഇന്നേ വരെ ഡൗൺലോഡ് ചെയ്യാത്തവരാണെങ്കിൽ ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യുക. നമ്മളിവിടെ ഫ്രീ ആയിട്ട് മോക്ക് ടെസ്റ്റുകൾ, ക്വിസ്, കറണ്ട് അഫയേഴ്സ് എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അതുകൂടാതെ തന്നെ എല്ലാ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിന്റെ PDFs ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾ എക്സാം എഴുതി കഴിഞ്ഞ് നിങ്ങളുടെ റാങ്കും പെർഫോമൻസ് അനാലിസിസ് ഒക്കെ നമ്മുടെ ആപ്പ് ഉപയോഗിച്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഇന്ന് തന്നെ CC ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക. അപ്പം ഞാൻ പറഞ്ഞു 30 ദിവസം മതിയോ നെറ്റ് ക്രാക്ക് ചെയ്യാൻ, എനിക്ക് 30 ദിവസം കൊണ്ട് പറ്റുമോ എന്നൊക്കെ സംശയം ഉണ്ടാവും അല്ലേ? തീർച്ചയായിട്ടും നിങ്ങൾക്ക് 30 ദിവസം കൊണ്ട് പറ്റും. എങ്ങനെ? വെറുതെ പഠിച്ചാൽ പോരാ, ഒരു സ്റ്റഡി പ്ലാനോടെ, ഒരു സ്ട്രാറ്റജിയോട് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 30 ദിവസം കൊണ്ട് നെറ്റ് സുഖമായിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റും. ആൻഡ് നമുക്ക് ഏതൊക്കെയാണ് ഹൈ yielding ടോപ്പിക്സ്, ഏതാണ് ഇമ്പോർട്ടൻറ്റ് ആയിട്ടുള്ളത്, PYQ ബേസ്ഡ് നിങ്ങൾ ഫോക്കസ് ചെയ്ത് ഒരു കൃത്യമായ പ്ലാൻ ഒക്കെ സ്ട്രക്ചർ ചെയ്ത് കഴിഞ്ഞ് പഠിച്ചു കഴിഞ്ഞാൽ സുഖമായിട്ട് നെറ്റ് ക്രാക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ റിവിഷൻ പ്ലസ് മോക്ക് ടെസ്റ്റ് എന്നാണ് നമ്മുടെ ഏറ്റവും 30 ദിവസം ക്രാക്ക് ചെയ്യാനുള്ള കീ. എന്താണെന്നാ പറഞ്ഞത്? 30 ദിവസവും അതുപോലെ തന്നെ എന്താണ് റിവിഷനും അതുപോലെ എന്താണ് മോക്ക് ടെസ്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് 30 ദിവസം മതി നെറ്റ് ക്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി ആർക്കൊക്കെ നെറ്റ് ക്രാക്ക് ചെയ്യാം? ഓക്കെ, ബേസിക് ആയിട്ട് നമുക്ക് ഇപ്പോൾ നിങ്ങളുടെ ഇത് സ്ട്രോങ് ആണെങ്കിൽ, അതായത് നിങ്ങളുടെ ബേസിക്സ് അടിത്തറയൊക്കെ സ്ട്രോങ് ആണ്, അതുപോലെ നിങ്ങൾ നെറ്റ് മുന്നേ എഴുതിയിട്ടൊക്കെ ഉണ്ടെങ്കിൽ അത് ഒന്നിലേക്ക് ബേസിക് ഉണ്ടാവുന്ന ആൾക്കാർക്ക് പോലും 30 ദിവസം മതി. അതുപോലെ തന്നെ നിങ്ങൾ നേരത്തെ നെറ്റൊക്കെ എഴുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും എങ്ങനെയായിരിക്കും എക്സാം പാറ്റേൺ, ആ ഒരു ടെൻഷനും ആ ഒരു എക്സാം ഹോളിൽ കയറിക്കുമ്പോൾ എങ്ങനെയാണ് നമ്മുടെ അവസ്ഥ എന്നൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയുക. സുഖമാണ്, നമുക്കൊരു ആമുഖമുണ്ട്, ഒരു ധാരണയുണ്ട് എങ്ങനെയാണ് എക്സാം വരുന്നത്. അതുപോലെ തന്നെ എന്താണ്, നമ്മൾ കൃത്യമായി ഒരു ഡിസിപ്ലിൻഡ് ആയിട്ട് ഇത്ര മണിക്കൂർ ഞാൻ പഠിക്കും, ഇങ്ങനെയൊക്കെ ആയിരിക്കും എൻ്റെ പഠിത്തം, ഇത്ര മണിക്കൂർ കൊണ്ട് ഞാൻ ഇത്ര ഏരിയ കവർ ചെയ്യുന്ന പറഞ്ഞൊരു സ്ട്രാറ്റജി, ഒരു ഡിസിപ്ലിനോടെ നിങ്ങൾ, അതായത് ഇന്ന് പഠിച്ചിട്ട് നാളെ പഠിക്കാതിരുന്ന കാര്യമില്ല, കൺസിസ്റ്റൻ്റ് ആയിട്ട് നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ 30 ദിവസം മതി നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. ഇനി എന്തുകൊണ്ടാണ് മിക്ക സ്റ്റുഡൻസ് ഫെയിൽ ആവുന്നത്? അതായത് എല്ലാം ഒറ്റയടിക്ക് വാരി വലിച്ചു പഠിക്കാൻ ഒരിക്കലും കിട്ടില്ല. ഒന്നാമത് ഇതൊരു ഒബ്ജക്റ്റീവ് ടൈപ്പ് എക്സാം ആണ്. ഒബ്ജക്റ്റീവ് ടൈപ്പ് എക്സാം മാത്രമല്ല, എന്നതിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയും ടഫസ്റ്റ് ആയിട്ട് വേണം. അപ്പോൾ ടഫസ്റ്റ് എക്സാം ആണ് അല്ലേ? അതുപോലെ നമ്മളോട് എന്താ ഡീറ്റെയിൽഡ് ആയിട്ട് എൻ്റെ ഉള്ളിൽ നിന്നാണ് ചോദ്യങ്ങൾ ചോദിക്കുക, അല്ലെങ്കിൽ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഭയങ്കര റെയർ ആണ് അല്ലേ? അപ്പോൾ എന്താണ് ആ കൺസെപ്റ്റ് എന്ന് കൃത്യമായി മനസ്സിലാക്കി പഠിക്കുക, അല്ലാതെ വെറുതെ ചവറ് പോലെ പഠിക്കുകയല്ല ചെയ്യേണ്ടത്. അതുപോലെ തന്നെ PYQs ഒരിക്കലും ഇഗ്നോർ ചെയ്ത്, ഒരിക്കലും റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് അതേപോലെ, അതായത് സെയിം ക്വസ്റ്റ്യൻ വരുന്ന ഞാൻ പറയില്ല, റിപ്പീറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻ വരുന്നതല്ല, ആ ഏരിയയിൽ നിന്ന് ക്വസ്റ്റ്യൻ വരാം. ഓക്കെ, ഇപ്പൊ തന്നെ നമ്മുടെ നാഷ് ഇക്വിലിബ്രിയത്തിന്റെ ആ സെയിം ക്വസ്റ്റ്യൻ വരും എന്നാണ് നമ്മൾ പറയുന്നത്. നാഷ് ഇക്വിലിബ്രിയത്തിന്റെ അതേ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ആ ഗെയിം 3 പ്രിസണേഴ്സ് ഇല്ല, നാഷ് ഇക്വിലിബ്രിയത്തിന്റെ ഒരു വട്ടം പ്രോബ്ലം, 2-3 എപ്പോഴും പ്രോബ്ലം ആണ് ചോദിക്കുന്നത്, അല്ലെങ്കിൽ ഒരു വട്ടം എന്താണ് ഒരു MCQ ബേസ്ഡ് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നു. നാഷ് ഇക്വിലിബ്രിയം സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ഏരിയ ആണ്, അത് മനസ്സിലാക്കുക. അതുപോലെ നമ്മുടെ റാങ്ക് ആൻഡ് ഓർഡർ കണ്ടീഷനൊക്കെ എന്താ ഏകദേശം സ്ഥിരമായി ചോദിക്കുന്നതെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അതുപോലെ സ്ഥിരമായി ചോദിക്കുന്ന കുറേ ഏരിയാസ് ഉണ്ട്. ആ ഏരിയാസ് ചെയ്ത് അത് മനസ്സിലാക്കി കൃത്യമായി അതിന് ഫോക്കസ് കൊടുത്ത് പഠിക്കുക കേട്ടോ. പിന്നെ റിവിഷൻ സൈക്കിൾ ഇല്ലാതെ പോവുക. റിവിഷൻ ഒരിക്കലും ഞാൻ കുറേ പഠിച്ചു എന്ന് പറയുന്നൊരു കാര്യമില്ല. ഞാൻ റിവൈസ് ചെയ്യാൻ വേണം, സ്ട്രാറ്റജിയോടെ പഠിക്കുക. ഞാൻ ഇത്ര ദിവസം പഠിച്ചത് ഞാൻ ഇന്ന ദിവസം റിവിഷൻ ചെയ്യും, അതിന് ആസ്പദമായിട്ടുള്ള മോക്ക് ടെസ്റ്റുകൾ ഞാൻ ചെയ്യും. അപ്പോഴാണ് ഞാൻ പഠിച്ചത് എനിക്ക് ഓർമ്മയുണ്ടോയെന്നും ഞാൻ പഠിച്ച കാര്യങ്ങൾ എനിക്ക് എക്സാം എഴുതുമ്പോൾ അപ്ലൈ ചെയ്യാൻ പറ്റുന്നുണ്ടോയെന്നും നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലാവും. അപ്പോൾ ഇതൊക്കെ ചെയ്യാതിരുന്നാലാണ് നിങ്ങൾക്ക് നെറ്റ് കിട്ടാതിരിക്കുന്നത് കേട്ടോ. അപ്പോൾ എന്തൊക്കെ ചെയ്യാൻ നമുക്ക് നോക്കിയാലോ? 30 ദിവസം സ്റ്റഡി സ്ട്രാറ്റജി. ആദ്യത്തെ ഫേസിൽ നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കുറച്ച് ഹൈൽഡ് ആയിട്ടുള്ള ടോപ്പിക്സ് ഉണ്ട്. ആ ടോപ്പിക്സ് ഫുള്ള് കവർ ചെയ്യുക. അതിനുശേഷം PYQ ആൻഡ് കൺസെപ്റ്റ്, നമ്മുടെ ടോപ്പിക്സ് ഫുള്ള് കവർ ചെയ്തിട്ട് PYQ ബേസ്ഡ് ആയിട്ടുള്ള റിവിഷനും, അതായത് കൺസെപ്റ്റ്സ് എന്താ നമ്മൾ പഠിക്കുന്ന കാര്യം ഒരു നോട്ട് എഴുതാൻ പറ്റുമെങ്കിൽ ടൈം ഉണ്ടെങ്കിൽ അത് നോട്ട് എഴുതുക. അത് ഇന്ന പോലെ ബുക്കിൽ റെഫർ ചെയ്ത് അല്ലെങ്കിൽ അടയാളപ്പെടുത്തിയൊക്കെ വെക്കുക. എന്നിട്ട് അതെന്താ റിവൈസ് ചെയ്യുക, PYQ ബേസിസിലും റിവൈസ് ചെയ്യുക. അതിനുശേഷം മോക്ക് ടെസ്റ്റ്, അതുപോലെ തന്നെ മോക്ക് ടെസ്റ്റും അവസാനത്തെ കാലത്ത് ഫുൾ റിവിഷന് ശേഷം ഫുൾ എക്സാം എഴുതിക്കൊണ്ടേയിരിക്കുക. അവസാനത്തെ റിവിഷൻ ഒന്നുകൂടെ പുതിയതായിട്ട് അവസാനത്തെ 10 days അല്ലെങ്കിൽ 5 daysലേക്ക്, അറ്റ്ലീസ്റ്റ് 7 to 5 daysലേക്ക് നിങ്ങൾ പുതിയതായിട്ട് ഒന്നും പഠിക്കരുത്. അപ്പോൾ ഫുള്ള് നിങ്ങൾ പഠിച്ചത് അത്ര മതി. പഠിച്ചതിന് ശേഷം ബാക്കിയുള്ളത് മുഴുവനും റിവൈസ് ചെയ്യുക. അതുപോലെ തന്നെ മാക്സിമം എക്സാംസ് അറ്റൻഡ് ചെയ്യുക. അത്ര ഉപകാരമായിരിക്കും കേട്ടോ. ഇനി ഇതാണ് നമ്മുടെ സ്ട്രാറ്റജി പറഞ്ഞു. ഇനി നമ്മൾ മുന്നോട്ട് പോകുമ്പോഴത്തേക്കും നമ്മുടെ പ്ലാനാണ്. അതായത് നമുക്കറിയാം മൈക്രോ മാക്രോ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ്, ഇന്റർനാഷണൽ പബ്ലിക് എക്കണോമിക്സ്, ഇന്ത്യൻ എക്കണോമിക്സ് സ്റ്റഡി, ഈ ഒരു ഏരിയ ഇങ്ങനെയാണ് നമ്മുടെ ക്വസ്റ്റ്യൻസ് പോണത്. എല്ലാ വട്ടവും ഇങ്ങനെയാണ്. മൈക്രോന്നും മാക്രോന്നും എല്ലാ വട്ടവും കൂടുതൽ ക്വസ്റ്റ്യൻ ചോദിച്ചെന്ന് വെച്ചാൽ അടുത്ത വട്ടം അത് മാറാം അല്ലേ? ഗ്രോത്തിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസും ഇന്റർനാഷണൽ ഇതും കൂടുതൽ ചോദിക്കുന്നത് അസേർഷൻ സ്റ്റേറ്റ്മെന്റ്, അവരുടെ എന്താ പറയുക അസംഷനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് കൂടുതൽ. സ്റ്റേറ്റ്മെന്റ് ടൈപ്പും അസേർഷനും ഒക്കെ ചോദിക്കുന്നത്. അപ്പോൾ
കണ്ടോ, ഈ ഗ്രോത്ത് തിയറീസ് ഇന്ററാക്ഷണൽ തിയറീസിന് ഏറ്റവും കൂടുതൽ ചോദിക്കുന്നത് അവരുടെ അസംഷൻ നന്നായിട്ട് പഠിക്കുക. ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് അതൊരു പ്ലാനോട് കൂടി മുന്നോട്ട് പോകും. ഈ ഓരോ മൊഡ്യൂളിലും എങ്ങനെയൊക്കെയാണ് ചോദ്യങ്ങൾ വരുന്നത് എന്നുള്ള രീതിയിൽ കേട്ടോ. ഇനി PYQs തന്നെയാണ് റിയൽ ഗെയിം ചേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഞാൻ പറയുന്നത് 60 to 75 ക്വസ്റ്റ്യൻസ് നമുക്ക് കൃത്യമായി ഞാൻ പാറ്റേൺ എന്നാണ് പറയുന്നത്. നമുക്ക് വേണമെങ്കിൽ ഒരു റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ മേ ബി ഒരു 1% ഒരു 2% സാധ്യതയുള്ളൂ. പക്ഷേ എന്താ കൺസെപ്റ്റ് നമുക്ക് എന്താ റിപ്പീറ്റഡ് ആയിട്ട് വരാം. പക്ഷെ ഞാൻ പറയട്ടെ, ഇപ്പൊ 2026 എക്സാം വരുമ്പോഴത്തേക്കും അത് മേ ബി 2025 ജൂണിലെ എക്സാം അല്ലെ തൊട്ട് മുമ്പത്തെ എക്സാം ആയിട്ട് വേണമെങ്കിൽ ചേഞ്ച് ആവാം. ഇത് കംപ്ലീറ്റ്ലി ചേഞ്ച് ആയിട്ടൊരു എക്സാം ആവാം. എന്നിട്ട് ഇതിനെ ആസ്പദമാക്കിയിട്ടായിരിക്കും ബാക്കിയുള്ള എക്സാംസ് വരുന്ന രീതിയിലും ആവാം. ഓക്കെ, അപ്പൊ അങ്ങനെയും നമ്മുടെ എക്സാംസ് വരാട്ടോ. അതുപോലെ നമുക്ക് ശരിക്കും നെറ്റിൽ നിങ്ങൾക്ക് അറിയാമെന്നറിയില്ല 2023 എക്സാം കമ്പാരിറ്റീവ്ലി മൊത്തത്തിലൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു എക്സാം ആയത്. 23 എക്സാം എന്ന് പറഞ്ഞാൽ അതെന്താണ് മൊത്തം ഒരു ഇത്രയും നാളെ ചോദിക്കാത്ത പാറ്റേണേ അല്ല, ഫുള്ളി ചേഞ്ച് ആയിട്ട്. പിന്നെ അത് ഓക്കെ, ആ പാറ്റേൺ പിന്നെ അവർ യൂസ് ചെയ്തിട്ടില്ല കൂടുതൽ. എക്കണോമെട്രിക്സ് ഒക്കെ വെച്ച് വല്ലാത്തൊരു എക്കണോമിക്സിൻ്റെ ടഫസ്റ്റ് എക്സാമും കൂടിയായിരുന്നു അത്. അപ്പോൾ അത് എന്താ പറയുക അങ്ങനെ. അപ്പോൾ നമുക്ക് പാറ്റേൺ യെസ് ഉണ്ട്, പക്ഷെ ഇങ്ങനെ ചേഞ്ച് ചെയ്യാനുള്ള സാധ്യതയുണ്ട് കേട്ടോ. അതുപോലെ തന്നെ PYQs ആണ് നമുക്ക് എന്തൊക്കെ പഠിക്കുന്നത് കൃത്യമായി പറയുന്നത് PYQs തന്നെയാണ്. അതുകൊണ്ട് നമ്മളെന്താ സോൾവ് ചെയ്ത് PYQs മാത്രമല്ല, നമ്മളിപ്പോൾ PYQs അതേ റിപ്പീറ്റഡ് ഏരിയയും ക്വസ്റ്റ്യൻ ഒന്നും വന്നില്ലെങ്കിലും ഈ ക്വസ്റ്റ്യൻസ് ഇങ്ങനെയാണ് വരുന്നതെന്നൊരു ധാരണ നമുക്കുണ്ടാവും. ഓക്കെ, അതുകൊണ്ട് അത് ഒരു ഇമ്പോർട്ടൻ്റ് ആണ് നമുക്ക് പറയാം കേട്ടോ. ഇനി എന്താണ് നമ്മൾ പഠിക്കാൻ പാടില്ലാത്ത ഭയങ്കര മാത്തമാറ്റിക്കൽ ഡെറിവേഷൻസ് ഒന്നും നമ്മൾ പഠിക്കാതിരിക്കുന്നതാണ് നല്ലത്. അതുപോലെ തന്നെ അൺഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തിയറീസ് ഒന്നും വേണം. ഫുള്ള് ടെക്സ്റ്റ് ബുക്ക് കവർ ചെയ്യുക. അതുപോലെ തന്നെ എന്താണ് ലോങ് ഇന്ത്യൻ റിപ്പോർട്ട്സ് അല്ലേ. നമുക്ക് ഇന്ത്യൻ എക്കോണമിയുടെ നമുക്കറിയാലോ, ഇന്ത്യൻ എക്കോണമിയിൽ നിന്ന് കൂടുതലും ബഡ്ജറ്റ് എക്കണോമിക് സർവേനെ ആസ്പദമാക്കിയിട്ടുള്ള ചോദ്യങ്ങളായിരിക്കും വരുന്നത്. പക്ഷെ നമുക്കറിയാം, നമുക്കത് മൊത്തം എന്താ ആർക്കും ബഡ്ജറ്റും എക്കണോമിക്സ് സർവേ ഫുള്ള് പഠിക്കാനൊക്കെ നമുക്ക് പാടായിരിക്കും, പ്രത്യേകിച്ച് 30 ദിവസം കൊണ്ട്. പക്ഷേ അവരിൽ നിന്ന് ചോദിക്കുന്ന കുറച്ച് ഏരിയാസ് ഉണ്ട്. ഇപ്പോൾ മോണിറ്ററി പോളിസി കമ്മിറ്റി ആയിക്കോട്ടെ, ഫിനാൻസ് കമ്മീഷന്റെ റിപ്പോർട്ടിനെ ആസ്പദമാക്കിയിട്ടുള്ള ചോദ്യങ്ങളൊക്കെ ചില ഏരിയാസിൽ നിന്നാണ് കൂടുതൽ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. ഇപ്പോൾ ഹൊറിസോണ്ടൽ ഡെവല്യൂഷൻ അതുപോലെ വെർട്ടിക്കൽ ഡെവല്യൂഷനെയൊക്കെ ആസ്പദമാക്കിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് കൂടുതലും ചോദിക്കുന്നത്. അപ്പോൾ അത് അങ്ങനെ ഏതൊക്കെ ഏരിയ എന്നാണ് ചോദിക്കുന്നതെന്ന് ഫോക്കസ് ചെയ്തെന്ന് പഠിച്ചാൽ മാത്രം മതി. അതല്ലാതെ മുഴുവൻ റിപ്പോർട്ടൊന്നും നമുക്ക് ആർക്കും വായിക്കാൻ പറ്റില്ല. ഇനി പുതിയ കംപ്ലീറ്റ്ലി ന്യൂ ആയിട്ടുള്ള ടോപ്പിക്സ്, നമുക്ക് ഒട്ടും അറിയാത്ത ടോപ്പിക്ക് വേണമെങ്കിൽ ആദ്യത്തെ നാളുകളിൽ നിങ്ങൾക്ക് പഠിക്കാം, ഫസ്റ്റ് വീക്കിൽ. അതല്ലാതെ അവസാന നാളിലേക്ക് അത് വെച്ച് കഴിഞ്ഞ് പ്രശ്നം. അപ്പോൾ എല്ലാം കൂടെ കുഴഞ്ഞ് ഒരു അവിയിൽ വരുമാവും കേട്ടോ. അപ്പോൾ ഡെയിലി റൊട്ടീൻ അറിയാം, ഏറ്റവും കുറഞ്ഞത് ഒരു 9 to 10 മണിക്കൂറെങ്കിലും നമ്മൾ പഠിക്കുക. പഠനത്തിന് വേണ്ടി മാക്സിമം ടൈം സ്പെൻഡ് ചെയ്യുക. പറ്റുമെങ്കിൽ ഏറ്റവും 14 hours പഠിക്കാൻ പറ്റുമെങ്കിൽ അത്രയും നല്ലതെന്ന് പറയില്ല. ഏറ്റവും കുറഞ്ഞത് 9 to 10 hours എങ്കിലും പഠിക്കുക. അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഞാൻ മൺഡേ ആണ് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ഞായറാഴ്ച ദിവസം എന്ന് പറയുന്നത് മൺഡേ ഞാൻ സ്റ്റാർട്ട് ചെയ്തു, സൺഡേ എന്ന് പറയുന്ന ഡേ ഞാൻ ഫുൾ റിവിഷൻ ചെയ്യുക, മോക്ക് ടെസ്റ്റ് ചെയ്യുക എന്നതാണ് കേട്ടോ. അതായത് ഞാൻ മൺഡേ ടു സാറ്റർഡേ ഒരു ഇത്രയും കൺസെപ്റ്റ്സ് അല്ലെങ്കിൽ മൈക്രോ എക്കണോമിക്സ് ഞാൻ കംപ്ലീറ്റ് ചെയ്തില്ല, മാക്രോ ഞാൻ കംപ്ലീറ്റ് ചെയ്തു. ആ കംപ്ലീറ്റ് ചെയ്ത് മുഴുവനും ഞാൻ സൺഡേ റിവൈസ് ചെയ്യുക. റിവൈസ് ചെയ്തതിന് ശേഷം ഞാൻ എന്ത് ചെയ്യുക, ഫുള്ള് ടെസ്റ്റുകൾ എഴുതുക കേട്ടോ. അതുപോലെ എന്താ ഏറ്റവും കുറഞ്ഞൊരു ഡെയിലി ടെസ്റ്റ് ചെയ്യാൻ പറ്റിയാലും അത് ബെറ്റർ ആയിരിക്കും കേട്ടോ. അതിൽ റിവിഷൻസ് എല്ലാ 3 ദിവസം കൂടെ, നമുക്ക് ഡെയിലി ചെയ്യാൻ പറ്റില്ലെങ്കിൽ എല്ലാ 3 ദിവസം കൂടുതലും റിവൈസ് ചെയ്യുക കേട്ടോ. ഇനി ഞാൻ ഇത്ര മണിക്കൂർ പഠിച്ചു, ഞാൻ 14 മണിക്കൂർ പഠിച്ചു എന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. ഞാൻ പറഞ്ഞു ഇത്ര മണിക്കൂർ പഠിക്കുന്നത് ആക്യുറസി വേണം. ഞാൻ കുറേ കടൽ പോലെ പഠിച്ചിട്ട് അതെനിക്കത് മെമ്മറിയിൽ റീക്യാപ്പ് ചെയ്യാനും പറ്റുന്നില്ല, എക്സാമിന് അത് അറ്റൻഡ് ചെയ്യുമ്പോഴും ഒന്നും തലേ വരുന്നില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. വെറുതെ കുറേ നേരം പഠിക്കലല്ല, ആക്യുറസിയോടെ പഠിക്കലാണ് ഇമ്പോർട്ടൻസ് കേട്ടോ. അതുപോലെ ഓരോരുത്തർക്ക് PYQs നോക്കിയിട്ട് ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരുന്നതെന്ന് മനസ്സിലാക്കിയിട്ട് തിയറി പഠിച്ചാലും കുഴപ്പമൊന്നുമില്ല. അതുപോലെ പുതിയ ബുക്സിലേക്കൊന്നും പോകരുത്. അവസാനം മാത്രം ഞാൻ റിവൈസ് ചെയ്യുന്നു വിചാരിക്കുന്നത്. ആഴ്ച തോറും റിവൈസ് ചെയ്യാനും ശ്രമിക്കുക, കണ്ടിന്യൂസ് റിവൈസ് ചെയ്യുക. അതുപോലെ സ്റ്റേ കാം ആൻഡ് കോൺഫിഡൻ്റ് ആയിട്ട് തന്നെ പഠിക്കുക കേട്ടോ. ഇനി ഒരു കൺക്ലൂഷൻ എന്ന് പറയുന്നത് എന്താ, നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുമോ? 30 ദിവസം കൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റും, കോൺഫിഡൻസ് കൂടെ പഠിച്ച്. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, ഇന്ന ഏരിയാസ് ആണ് ഇമ്പോർട്ടൻ്റ് ആദ്യം മനസ്സിലാക്കുക. ആ ഏരിയാസ് എനിക്ക് എത്ര ദിവസം കൊണ്ട് പഠിക്കാന്ന് പറഞ്ഞാൽ ടൈം ടേബിൾ സെറ്റ് ചെയ്യാം. ലാസ്റ്റ് 7 to 5 days എങ്കിലും നിങ്ങൾ റിവിഷൻ, കംപ്ലീറ്റ് റിവിഷനും മോക്ക് ടെസ്റ്റ് മാത്രം, പുതിയതായിട്ട് ഒരു ടോപ്പിക് പോലും പഠിക്കരുത്. അത്ര ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ നമ്മുടെ ക്രോണോളജീസ് വരുന്നതൊക്കെ ഡെയിലി ഒരു പേപ്പറിലേക്ക് എഴുതി വെച്ചിട്ട് ഡെയിലി അത് റിവൈസ് ചെയ്തുകൊണ്ടേ ഇരിക്കെങ്കിലും മെമ്മറിയിൽ അത് ഫീഡ് ആവുള്ളൂ. ഓക്കെ, അപ്പോൾ അങ്ങനെ തരം തിരിച്ച് എല്ലാം പഠിച്ചു കഴിഞ്ഞാൽ സുഖമായിട്ട് 30 ദിവസം മതി നമുക്ക് നെറ്റ് ക്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്തൊക്കെയാണ് പഠിക്കേണ്ടതെന്ന് അറിഞ്ഞ് പഠിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ ഓക്കെ. അപ്പോൾ നമുക്ക് നിങ്ങൾക്ക് ഒരു ബേസിക് അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടെങ്കിൽ സുഖമായിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു ഡെയിലി ടെസ്റ്റുകൾ ചെയ്യാനും വീക്ക്ലി ആയിട്ടും അതുപോലെ അവസാനമൊക്കെ കുറേ മോഡൽ എക്സാംസ് ഒക്കെ ചെയ്താലും സുഖമായിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു. അപ്പോൾ എവിടെ നിന്നൊക്കെ എനിക്ക് കുറേ ക്വസ്റ്റ്യൻസ് ഒക്കെ ഇതുപോലെ കളക്ട് ചെയ്യാൻ പാടായിരിക്കും അല്ലേ. അതുപോലെ നിങ്ങൾ ചിലപ്പോൾ ഇന്ന് പഠിച്ചിട്ട് നാളെ പഠിക്കാതെയൊക്കെ ഇരിക്കും. കൺസിസ്റ്റൻസി
ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. 2 ദിവസം പഠിച്ചിട്ട് 3-ാം ദിവസം പഠിക്കാതിരുന്ന് കഴിഞ്ഞാൽ അവിടെ തീർന്നു. കാരണം 30 ദിവസം ഉള്ളൂ നമുക്ക്. അപ്പോൾ നിങ്ങൾ കൺസിസ്റ്റന്റ് ആയിട്ട് ഇന്ന ദിവസം ഇന്ന ടോപ്പിക്ക് പഠിക്കൂ, ഈ ടെസ്റ്റ് ഇട്ടിട്ടുണ്ട്, ഈ ടെസ്റ്റ് നിങ്ങൾ ചെയ്യൂ എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് ഒരു പുഷ്, ഒരു ഹെൽപ്പർ, ഒരു മെന്റർ ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് CCA കോൺടാക്ട് ചെയ്യാം. നമ്മുടെ കറന്റ് 30 days ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. 8086881144 ആണ് നമ്മുടെ നമ്പർ വരുന്നത് കേട്ടോ. അപ്പോൾ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന എല്ലാവരും നമ്മളെ കോൺടാക്ട് ചെയ്യുക കേട്ടോ. ഇനി ഉള്ള ദിവസം ഭയങ്കര ക്രൂഷ്യലാണ്. എക്സാം അടുത്ത് കഴിഞ്ഞു, ഇനിയും വൈകിട്ടില്ല. ഇപ്പൊ ജോയിൻ ചെയ്താലും നിങ്ങൾക്ക് സുഖമായിട്ട് നെറ്റ് ക്രാക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒട്ടും വൈകിക്കേണ്ട, തീർച്ചയായിട്ടും നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്യുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക ആൻഡ് കമൻറ്റ് ചെയ്യുക. ഇതുപോലെ കൂടുതൽ വീഡിയോസിന് വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ വീടിനകത്ത് ഈ കൂടുതൽ വീഡിയോസ് ഇട്ടിട്ടുണ്ട്, നമ്മുടെ കൺസെപ്റ്റ് ബേസ്ഡ് ആയിട്ടുള്ള ആ വീഡിയോസ് എല്ലാവരും ഒന്ന് ചെക്ക് ചെയ്യുക. അപ്പോൾ താങ്ക് യു. ഇനി ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.